പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത നിർമ്മിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിൽ ഇടപെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വ്യാജമായി വീഡിയോ നിർമ്മിച്ചെങ്കിൽ അത് യഥാർത്ഥമല്ലെന്ന് എഴുതി കാണിക്കണമായെന്ന് ഏഷ്യാനെറ്റ് അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പോക്സോ കേസുകളിൽ ലോകമെമ്പാടും ഇതാണ് രീതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലും ലോകത്തെവിടെയും സ്ത്രീപീഡനങ്ങൾ, പോക്സോ കേസുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ റിപ്പോർട്ടിങ്ങിൽ ആ വ്യക്തിയെ കാണിക്കാറില്ല. മാത്രമല്ല, ആ ചാനൽ ഏത് ചാനലാണെങ്കിലും, ഇവിടെ മാത്രമുള്ള ചാനലുകളല്ല, ലോകത്തെവിടെയുമുള്ള ചാനലുകൾ അത് കൃത്രിമമായി വീഡിയോ സൃഷ്ടിക്കുകയും അതിൻ്റെ താഴെ ഇത് കൃത്രിമമായി എഴുതിയത് എന്ന് ചൂണ്ടിക്കാണിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ലോകത്തെവിടെയും അങ്ങനെയാണ്. അങ്ങനെയുള്ള അത് എഴുതി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ അത് എഴുതി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ ലോകത്തെമ്പാടും നടക്കുന്ന ഒന്നാണ്. അത് വ്യാജ വീഡിയോ ആണ് എന്നുള്ള പ്രചരണം ശരിയല്ല. അങ്ങനെ മാത്രമേ അത് കാണിക്കാൻ കഴിയൂ.